സ്ട്രോക്ക് വന്നൊരു വ്യക്തിക്ക് എന്തിനാണ് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതായത് സ്ട്രോക്ക് വരുന്നത് മുഖേന നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസ് അഥവാ നാഡീകോശങ്ങളിലെയാണ് ഡാമേജ് സംഭവിക്കുന്നത്. അവയിലേക്ക് കറക്റ്റായിട്ടുള്ള രക്തോട്ടം കിട്ടാതാവുകയും അവിടെ ഡാമേജ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡാമേജ് സംഭവിച്ചതിൻ്റെ ഫലമായിട്ട് ഈ നാഡീകോശങ്ങൾ എന്ത് പ്രവൃത്തിയാണോ നമ്മുടെ ശരീരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റാതാവുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഒരു ഭാഗം തളർന്നു, അതായത് ആ മസിൽസിന് സപ്ലൈ ചെയ്യുന്ന ന്യൂറോൺസ് അവിടെ നശിക്കപ്പെടുന്നു. അപ്പോൾ ആ മസിൽസ് വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഒരു ഭാഗം തളർന്നു പോകുന്നു, അല്ലെങ്കിൽ മുഖം കോടിയ പോലെ ആയി പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് കണ്ണ് കറക്റ്റ് പൂട്ടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സംസാരശേഷി അവിടെ കറക്റ്റ് നടക്കുന്നില്ല. അതേപോലെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത്. ഇതിനെ നമ്മൾ ഫിസിയോതെറാപ്പി വഴി എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള ന്യൂറോൺസ്, ഈ ന്യൂറോൺസിൻ്റെ ജോലി നമ്മൾ മറ്റൊരു ന്യൂറോൺസിനെ കൊണ്ട് എടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ന്യൂറോൺസ് നമ്മുടെ ഈ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പാത്വേ ഉണ്ട്. ഞാൻ പ്രീവിയസ്ലി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പാത്വേ എന്താണ് എന്നതിനെ പറ്റിയിട്ട്. ഈ ഒരു പാത്വേയിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ബ്ലോക്കേജ് സംഭവിക്കുന്നു സ്ട്രോക്ക് വന്നതിൻ്റെ ഫലമായിട്ട്. അപ്പോൾ നമുക്ക് ശരീരത്തിന് ഓൾറെഡി നമ്മുടെ ഈ മൂവ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയാം, പക്ഷേ അവിടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്വേ അവിടെ ഇല്ല. ആ പാത്വേ നമ്മൾ പിന്നെയും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഫിസിയോതെറാപ്പിസ്റ്റുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു മൂവ്മെൻറ്റ്സ് ചെയ്യിപ്പിക്കുന്നു. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പല എക്സസൈസുകൾ വഴി ഒരു മസിലിനെ വർക്ക് ചെയ്യിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇരുന്നെണീക്കുക അല്ലെങ്കിൽ നടക്കാൻ പഠിപ്പിക്കുന്നു. അതേപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു വ്യക്തിയെ ട്രെയിൻ ചെയ്യിച്ചെടുക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഈ ഒരു ന്യൂറോണൽ പാത്വേസ് നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുത്തി എടുക്കാനാണ് നമ്മൾ ഓരോ ഫിസിയോതെറാപ്പിസ്റ്റുകളും സ്ട്രോക്ക് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ശ്രമിക്കുന്നത്. ഇതുവഴി നമുക്ക് പുതിയൊരു പാത്വേ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതായത് നമ്മൾ ആ ഒരു കാര്യം നമുക്ക് പിന്നെയും ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ഓരോ ഫിസിയോതെറാപ്പിസ്റ്റും സ്ട്രോക്ക് റീഹാബിലിറ്റേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.